ഹലോ ചങ്കുകളെ, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ ചങ്കുകൾക്കും സുഖമാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പുതിയ ഭരണമൊക്കെ വന്ന് അങ്ങനെ നമ്മുടെ ലേഡീസിനൊക്കെ കുറേ നേട്ടങ്ങളാണ് ഇനിയിപ്പോൾ വരുന്നത്. അങ്ങനെ എല്ലാവരും KSRTCയിലൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ടൊക്കെ യാത്ര ചെയ്യുക ലേഡീസിനെന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ നടപ്പിൽ വരുന്ന സമയങ്ങളാണ്. അങ്ങനെ ഒന്നും പറഞ്ഞ് കുറച്ച് മിടുക്കരായിട്ടുള്ള ലേഡീസ് എല്ലാം കൂടെ ബസ്സിലൊക്കെ ഇടിച്ച് കയറുന്നതൊക്കെ കാണുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓരോ വഴികൾ തുറന്ന് കിട്ടട്ടെ. നമ്മുടെ ലേഡീസിന് എല്ലാവർക്കും നമ്മുടെ നാടിന് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടട്ടെ. നമ്മുടെയൊക്കെ ലക്കാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഇന്ന് വീഡിയോ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം. ഇവിടെ അതിനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ ആരും ഇല്ലാത്തപ്പോഴേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ. ഇല്ലെങ്കിൽ ഇരുന്ന് എന്തെങ്കിലും അബദ്ധമൊക്കെ പറഞ്ഞാൽ അവർ അതിനകത്ത് ഇടപെടും. അത് കാരണം പേടിച്ചിട്ട് ഞാൻ ഒന്നും പറയാറില്ല, മിണ്ടാതെ ഇവിടെ വന്ന് ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ എനിക്കൊരവസരം വന്നതാണ്. ഞാൻ ഒരു ഷോട്ട് ഇടണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അത് വേറൊരു ഫോൺ കോൾ വന്നപ്പോൾ അതങ്ങ് തടസ്സപ്പെട്ടു. അങ്ങനെ ഞാൻ അതങ്ങ് മതിയാക്കി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ യൂട്യൂബ് ചങ്കുകൾക്കാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് കൂട്ടുകാർക്കും വേണ്ടി ഞാൻ ഇത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരെയും എനിക്കിഷ്ടമാണ്. ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണുന്നുണ്ട്. എല്ലാവരും എനിക്ക് സപ്പോർട്ടും തരുന്നുണ്ട്. എനിക്ക് സപ്പോർട്ട് തരാത്ത കൂട്ടുകാർക്കും ഞാൻ ലൈക്ക്, കമൻറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ബാഡ് കമൻറ്റിന് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറയാനൊന്നുമില്ല. ഞാൻ ഇന്ന് ജോലിക്ക് ചെന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ആ ഒരു കമൻ്റ് അങ്ങ് എടുത്ത് കളയണേ, അല്ലെങ്കിൽ എല്ലാവരും കാണുമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞ്, ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം ഡീസൻറ്റ് ജെൻറ്റിൽ വീഡിയോസാണ്. അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കമൻ്റ് എന്തുവാന്ന് ഞാൻ ഇനി ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്തുവാണെന്ന്. ഞാൻ എല്ലാം നല്ല കാര്യങ്ങളല്ലാതെ ഒരു കാര്യങ്ങളും മോശമായിട്ടൊരു കാര്യം പോലും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചില ഫേക്ക് ഐഡിയ ഉണ്ട്, അതിനകത്തു നിന്നാണ് ഈ ആളുകൾ ഈ കസർത്ത് മൊത്തവും നടത്തുന്നത്. ഞാനാണെങ്കിൽ നെഗറ്റീവ് കമൻറ്റിനൊന്നും പറയാറുമില്ല. ഒരാൾക്ക് മാത്രം നല്ല ചുട്ട മറുപടി ഞാൻ അതിനകത്ത് തന്നെ കൊടുത്ത്. പക്ഷേ ഈ പുള്ളി എന്തോ ഇതെന്നറിയാമോ, കമൻ്റ് എന്നുള്ള ഓപ്ഷൻ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇട്ടിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു മെസ്സേജായിട്ട് കൊടുത്ത് അതിനെ മറുപടി ഞാൻ കൊടുത്ത്. പുള്ളി അത് എപ്പോഴേലും കണ്ടു കാണും. കാരണം എപ്പോഴും നമ്മളിടുന്ന വീഡിയോസും റീൽസും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമല്ലോ, അപ്പോൾ എപ്പോഴേലും കാണാതിരിക്കത്തില്ല. അല്ലാതെ ഞാൻ ആരുടെ അടുത്തും ഒന്നും പറയാറില്ല. അങ്ങനെ പുതിയ ഭരണമൊക്കെ വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് ഇലക്ഷനൊക്കെ നിൽക്കുന്നത്. അപ്പം ഇപ്രാവശ്യം 2 പ്രാവശ്യം എല്ലാവരും ജയിച്ച് കുറേ നാളെല്ലാം ഭരണത്തിലിരുന്ന്. അപ്പോഴേ പുതിയ അവസരം കിട്ടി, പുതിയ ആളുകൾ വന്ന് ഇനി അവർ കുറച്ച് നാൾ ഭരണമൊക്കെ നടത്തും. അവരിരുന്ന് സമാധാനമായിട്ട് ഭരിക്കാൻ അവസരം കിട്ടിയ ഭാഗ്യം. കുറേ നാളായിട്ട് ഇപ്പോൾ സമരങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ കുറവായിരുന്നു. ഇനി സമരങ്ങളൊന്നും കാണാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമരങ്ങൾ വരുന്ന എന്തുകൊണ്ടാണ്? ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറാതെ വരുമ്പോഴാണ് സമരങ്ങളെല്ലാം തുടങ്ങുന്നത്. എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രതീക്ഷയാണ് എപ്പോഴും വേണ്ടുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ട് കാണും, എല്ലാ വ്യക്തികൾക്കും ബുദ്ധിമുട്ടുകൾ കാണും. അതെല്ലാം സോൾവ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകണം. നമുക്ക് ഇതൊക്കെ ഈ ഭരണങ്ങൾ പലരിടത്തും ഇരുന്ന് കാണാം. എല്ലാവരും കുറേ ആളുകൾ നമുക്ക് ഈ എല്ലാ പാർട്ടിയിലും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോഴും നമുക്ക് എല്ലാവരുടെ സ്നേഹമാണ്. എല്ലാവരും ഇരുന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. ഇനി 5 കൊല്ലം ഇവർ ഭരിച്ചു കഴിയുമ്പോൾ അടുത്ത ആളുകൾക്ക് അടുത്ത അവസരം കിട്ടും. കാരണം കാര്യങ്ങൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, കോൺസ്റ്റൻ്റ് അല്ല ഒന്നും. അതുകൊണ്ട് എല്ലാവരും ദുഃഖിക്കുകയൊന്നും വേണ്ട, എല്ലാവർക്കും ഓരോ അവസരങ്ങൾ കിട്ടും. നമ്മളും ഇതുപോലെയൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ച് പോകും.
ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്, യൂട്യൂബേഴ്സിൻ്റെ. എൻ്റെ ചാനലിന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇട്ടൊരു വീഡിയോയ്ക്ക് നല്ല നല്ല റീച്ച് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് വാച്ച് ടൈം കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാൽ എനിക്ക് വാച്ച് ടൈമൊക്കെ കൂടുമെന്ന്. കാരണം ഈ വ്ളോഗാണ്, യാത്രകളൊക്കെ പോകുന്നതാണ്. പക്ഷേ യാത്രകളിപ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും പോകാറില്ല. വീട്ടിലെ ജോലി ഇതൊക്കെ തന്നെ ഇപ്പം നടക്കുന്നത്. അപ്പോൾ അത് കാരണം വ്ളോഗിൻ്റെതൊന്നും അങ്ങനെ ഇടാറില്ല. ഇപ്പോൾ ഒരു ഇടത്ത് പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ എനിക്ക് നല്ല വാച്ച് ടൈം കിട്ടി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ 5-6 വീഡിയോ ഇടാമെങ്കിൽ വാച്ച് ടൈം കൂടും. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആവും എൻ്റെ ചാനലും ഒരു ദിവസം പൂക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പം കഴിഞ്ഞ ഒരു വീഡിയോയോട് കൂടി എനിക്ക് വന്ന്. പക്ഷേ ഞാൻ ഇപ്പം തീരെ ഇതിനകത്ത് ലൈവ് വരികയോ ഒന്നും ചെയ്യുന്നില്ല. അത് കാരണം ഇതിൻ്റെ ഗ്രോത്ത് വളരെ കുറവാണ്. കാരണം ഞാൻ അങ്ങ് മാനസികമായിട്ട് അങ്ങ് ഡൗണായി. എൻ്റെ ചാനലൊന്നും ആരും കാണുന്നുമില്ല. കാരണം ആളുകൾക്ക് വേണ്ടുന്ന കണക്കുള്ളത് ഇട്ടാലേ അവർ കാണും. എൻ്റെ തന്നെ കുറ്റം കൊണ്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ നല്ല രീതിയിൽ റീച്ച് വന്ന് വാച്ച് ടൈം കൂടുതലുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് കിട്ടാൻ പാട്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അതായിരുന്നു. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഇനി ഇടണമെന്നുണ്ട്. അവസരം കിട്ടിയാൽ ഞാൻ ഇനി അതുപോലത്തെ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ ചങ്കുകളെ, ഞാൻ എന്താ ഇവിടെ വന്നിരുന്നു. ഇനി എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. അതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ആരും ഇല്ലെങ്കിലാണ് വീഡിയോ എടുക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഒരു ഷോട്ട് ഇടാനായിട്ട് വന്നിരുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വൈകിട്ട് വന്ന വഴിക്ക് മഴ ചെറുതായിട്ട് പെയ്ത് ഇന്ന് മൊത്തം മൂടിക്കെട്ടിയ ക്ലൗഡി അന്തരീക്ഷം തന്നെ ആയിരുന്നു. മഴ ഇടയ്ക്ക് ചാറിക്കൊണ്ടിരുന്ന് വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ചാറി. അങ്ങനെ എന്നാലും ഞാൻ കടയിൽ കയറി അല്പം മീൻ വാങ്ങിച്ച് ചാളയാണ് കിട്ടിയത്. അതാണ് നല്ലത്. ബാക്കിയെല്ലാം അങ്ങ് ഒരുമാതിരി ഇരിക്കുക. അയലയും ചാളയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ മീനുകൾ. മേടിച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അതൊക്കെ വെച്ചപ്പോഴാണ് എനിക്കൊരു ഷോട്ട് ഇടണമെന്ന് നല്ല ആഗ്രഹം. ആ ഷോട്ട് പക്ഷേ ഒരു കാര്യം, എല്ലാവരും ചെയ്യുന്ന സ്റ്റെപ്പുകളൊന്നും എനിക്ക് വരത്തില്ല. കാരണം ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്റ്റെപ്പുകൾ ഇന്നുവരെയും ചെയ്യാത്ത നമ്മുടെ ബോഡി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് ഇങ്ങനെ വേറൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഓരോന്ന് കണ്ട് അത് കണക്ക് ചെയ്ത് നോക്കി അങ്ങനെയൊന്നും ചെയ്യാനൊന്നും നടക്കത്തില്ല. എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു കൊച്ചിൻ്റെ ആ ഷോട്ട് ഭയങ്കര ഭംഗി, അടിപൊളി. ഞാനിപ്പോൾ എപ്പോഴും ഇരുന്ന് അതാണ് കാണുന്നത്. ആരുടെയാണെന്ന് ഞാൻ പറയാം. ഇല്ല, ഒരു പച്ച ചുരിദാറിട്ട കൊച്ചിൻ്റെതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലേറ്റസ്റ്റ് പാട്ടിൻ്റെയാണ്. ഒരു ക്ലൂ ഞാൻ തരാം, ചക്കയുടെ പാട്ടാണ്. എല്ലാവർക്കും അത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. അത് ആ പാട്ട് വെച്ചുള്ള ഒരുപാട് ഞാൻ കണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉടനെ ഒരെണ്ണം അതുമായിട്ട് വരും. പക്ഷേ അതിനകത്ത് ആ സ്റ്റെപ്പുകളൊന്നും ആയിരിക്കത്തില്ല. എനിക്ക് എൻ്റേതായ സ്റ്റെപ്പുകളാണ്. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുക ആ രീതിയിൽ. അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാർ. ഇന്ന് ഇടവം 1-ാം തീയതി. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയാൽ സത്യത്തിൽ ഞാൻ ഇന്ന് പോയില്ല. കാരണം എന്താണെന്നറിയാമോ, രാവിലെ എഴുന്നേറ്റ ഓരോ പണികളെല്ലാം ചെയ്ത് അങ്ങ് സമയം പോകും. പിന്നെ ഓടി പോകാനുള്ള സമയം കാണത്തുള്ളൂ. അത് കാരണം അമ്പലത്തിലൊന്നും കയറിയില്ല. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് പോയി. വെളിയിൽ നിന്നും കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് പോയതേ ഉള്ളൂ. ഭഗവാന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വയ്ക്കുന്നു, എനിക്ക് വല്ലതും കഴിക്കണം, വിശക്കുന്നു. ഞാൻ ഈ സന്ധ്യ സമയമാകുമ്പം ഫുഡ് കഴിച്ചങ്ങ് ശീലമായി. അത് കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. സോ ഞാൻ പോകുന്നു. എല്ലാവരും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് എൻ്റെ വാച്ച് ടൈം ഒന്നും കയറാത്തത്. അപ്പോൾ ടാറ്റാ.